വെൽക്കം ബാക്ക് ടു തസി ടേൽസ്. ഇന്നൊരു ആർട്ട് ഗാലറി കണ്ടാലോ? തപ്സി വരച്ച ചില ചിത്രങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ആക്കിയതാണ്. അപ്പോൾ കണ്ടാലോ? തപ്സിക്ക് ഏറ്റവും ഇഷ്ടം ചിത്രം വരയ്ക്കാനാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ തപ്സീനെ ഒന്നും ശല്യം ചെയ്യാതെ അവളുടെ ഇഷ്ടത്തിന് വരക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവളുടെ ഇമാജിനേഷൻ വേൾഡ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടുന്നതെന്ന് നമുക്ക് തന്നെ ഒന്നും എത്തും പിടിയും കിട്ടില്ല. ഇപ്പൊ തന്നെ ഈ വാട്ടർമെലൺ വരച്ച് നോക്കിയിട്ട് അവൾ എവിടെയെങ്കിലും നോക്കി വരക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയും കണ്ടത് വരക്കുന്നതോ അല്ല. അവളുടെ മനസ്സിൽ എന്താണോ അന്നേരം തോന്നിയത് അത് അവളെടുത്ത് വരക്കുന്നതാണ്. ഞാൻ തന്നെ ഓരോ പ്രാവശ്യം കണ്ട് ഞെട്ടിപ്പോകാറുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ തന്നെ വരക്കാറുള്ളത് മലയും രണ്ട് പൂവും ഒരു പഴയ വീടും ഉദിച്ചു വരുന്ന സൂര്യനുമാണ്. പക്ഷെ അവളെ അവളുടെ ഇഷ്ടത്തിന് വരക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവൾ വരക്കുന്ന ഇമാജിനേഷൻ്റെ പവറിനൊരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ തണ്ണിമത്തൻ എടുക്കാൻ വരുന്ന കൈ എങ്ങനെയുണ്ട് ഗൈസ്? അതുപോലെ ഇതാ ഒരു സൂര്യൻ വരച്ച് പിന്നെ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അവൾ അവിടെ തന്നെ കുത്തി വരക്കാൻ നോക്കിയപ്പോൾ ഞാൻ നിർത്തി വെച്ചതാണ്. ഈ ചിത്രത്തിൽ എന്തെല്ലാം ഉള്ളതെന്ന് പറഞ്ഞു തരുവാ? ഇവിടെ കളയുണ്ട്, മീനുണ്ട്, മരമുണ്ട്, പുല്ലുണ്ട്, പാറക്കല്ലുണ്ട്, പിന്നെ സ്ഥലം സ്റ്റപ്പും ഫ്ലവറിന്റെ ഒട്ടും ഇതൊരു കിളിയും എനിക്ക് ശരി കിട്ടിയതാണ്. ഇത് മേഘവും ഇത് സൂര്യൻ. ഇതെങ്ങനെയാ പാറക്കല്ലെല്ലാം വച്ചിന്? ഇതൊരു എനിക്കൊരു ഫ്രണ്ട് പഠിപ്പിച്ചു തന്നതാണ്. എന്റെ സാധനം ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്റെ കൈനെ കൊണ്ടാ വരച്ചത്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. സൂപ്പർ ആയിട്ടുണ്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലേ അമ്മ എന്തേലും ലൈക്ക് ചെയ്യാം. Can you explain this picture? ഈ പിക്ചർ പറഞ്ഞേ നമുക്ക് എന്നാന്ന് ചിത്രത്തിൽ എന്നായില്ലേ പറഞ്ഞേ? ചിത്രത്തിൽ എന്നായില്ലേ? അത് തസി വരച്ചല്ലേ? ഷാനു പറഞ്ഞു ഇതെന്നാ? ചേച്ചി വരക്കാതിരിക്കുമ്പോ കുട്ടി ഷാനുവിന് നോക്കിയിരിക്കാനേ പറ്റുന്നില്ല. അവരെ കൊണ്ടാവുന്നതൊക്കെ വരച്ച് കൂട്ടി വെക്കാറുണ്ട്. തന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. മീനുണ്ട്, മീനിന്റെ വയറ്റിലൊരു കണ്ണുണ്ട്. മദർ ഐ ലവ് യു. താങ്ക് യു തപ്സി. ഇത് കുറേ നേരം പണിയെടുത്ത് തച്ചി എനിക്ക് ഉണ്ടാക്കിയിട്ടാണ് ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. ഗ്രീറ്റിംഗ് കാർഡല്ല, ഒരു ബുക്ക് തന്നെയാണ്. നോക്കാലോ നമുക്ക്. ഒരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് തസി. പൂ വരച്ചിട്ടുണ്ട്. I love my mother, I love my mother, I love you, I love you, I love my father, I love my father too, I love my every family. തസി നല്ല നീറ്റായിട്ടുണ്ട്. എന്ത് രസമാണ് എഴുതിയത്. എനിക്ക് ഇതിൻ്റെ പാട്ടിൻ്റെ ട്യൂണൊന്ന് പറഞ്ഞു തരുമോ തസി? ഈ പാട്ടൊന്ന് പാടി കാണിച്ചു തരുമോ? സ്റ്റാർട്ട്. I love my mother, I love my mother, I love you, I love you, I love you, I love my father, I love my father too, I love my every family. സൂപ്പർ, താങ്ക് യു തപ്സി. ഇനി ഞാൻ ടൈലിന്റെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ചിത്രം കണ്ടോ? തസി വളരെ രഹസ്യമായി കള്ളനോട്ടെടുക്കുകയാണ് ഗൈസ്. ആരും പുറത്ത് പറയരുത്. എന്നാലും മെനക്കെട്ടിരുന്ന് വരക്കുന്നുണ്ട്. പക്ഷെ 100 രൂപക്ക് ഞാൻ 100 രൂപയുടെ കളറൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു $1 സൈസാണ് കൊടുത്തിട്ടുള്ളത്. തസിയുടെ ആഗ്രഹം എന്താണെന്നറിയോ? എവിടെയെങ്കിലും അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയാൽ തസി എപ്പോഴും ആദ്യം പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ എൻ്റെ അച്ഛന് $100 കോടി അടിക്കണേ എന്നാണ്. തസിയുടെ നാവ് പൊന്നാവട്ടെ അല്ലേ ഗായ്?
തപ്സിയുടെ ചിത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അങ്ങനെ ആകുമ്പോൾ തപ്സിക്ക് ഒരുപാട് ചിത്രങ്ങൾ വീണ്ടും വീണ്ടും വരക്കാനും ക്രാഫ്റ്റ് ചെയ്യാനും നല്ല ഇൻട്രസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ലൈക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ വരക്കുന്ന നിർത്താനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. തപ്സിയുടെ ചിത്രം വരെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ നല്ല ആർട്ട് വർക്കും ചിത്രങ്ങളും ഒക്കെയായി ഞങ്ങളിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.